റെഡിയല്ലേ? ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള ഒരാളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഫ്രണ്ടിന്റെ ഒപ്പം ഇറങ്ങിയാണ്. അപ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഒരാളെ പരിചയപ്പെടുന്നത്. അത് ഇദ്ദേഹമാണ്. പേര് പറഞ്ഞേ? ഗൗതം. ഗൗതമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഒന്ന് കാണിക്കാമോ? നല്ലൊരു ഐഫോണൊക്കെ കയ്യിലുണ്ട്. പക്ഷെ ഇദ്ദേഹം ഫേസ്ബുക്ക് ഉപയോഗിക്കില്ല, വാട്സപ്പ് ഇപ്പൊ പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് കോളേജിൽ നിന്ന് നിർബന്ധിച്ചപ്പോഴാണ് ചെയ്തത്. ഫേസ്ബുക്ക് ഉപയോഗിക്കില്ല, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കില്ല, ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഫ്രണ്ടിന്റെ അത് എപ്പോഴായിരുന്നു? അത് വളരെ കുറച്ച്. പിന്നെ ഉപയോഗിച്ചിട്ടില്ല. എന്ത് പറ്റി? എന്തുകൊണ്ടാണ് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കാത്തത്? ഇൻസ്റ്റാഗ്രാം അല്ല. അപ്പൊ ഈ ഒഴിവ് സമയങ്ങളിൽ എന്താ ചെയ്യാ? കറക്കും. ചുമ്മാ അങ്ങനെ കറങ്ങാനൊക്കെ പോകും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. ഓക്കെ. ഇത് ഉപയോഗിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു നഷ്ടം തോന്നുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. എന്താണ് കൂടുതലായിട്ട്? ഏറ്റവും കൂടുതൽ സമാധാനമുള്ളവരും അതുപോലെ ഏറ്റവും കൂടുതൽ സമയം ലൈഫിലുള്ളവരും ഇദ്ദേഹമാണ് അല്ലെ? ഓക്കെ. അപ്പൊ ഇവിടെ സ്ഥലം ഇവിടെ മൂന്നാറ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇതൊന്നും ഉപയോഗിക്കില്ല. ആരെന്ത് നിർബന്ധിച്ചാലും ഉപയോഗിക്കില്ല. ഇപ്പൊ വാട്സപ്പ് ഉപയോഗിക്കാൻ കാരണം കോളേജിൽ എല്ലാരും നിർബന്ധിച്ചതാണ്. ഓക്കെ. അപ്പൊ എന്തായാലും സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ആവട്ടെ. എടാ, പേരൊന്നും പറയും. ഗൗതമിനെ തപ്പിപ്പോവാൻ നിങ്ങൾക്ക് ആർക്കും ഇൻസ്റ്റ ഒന്നും കിട്ടില്ല. ഇദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പർ വിളിച്ചപ്പോ പറയുന്നതാണ് കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്പറും ചേഞ്ച് ചെയ്യുന്നു. എന്താന്ന് വെച്ചപ്പോ എനിക്ക് വേണ്ട, ആരുടെ ഒരു കണക്ഷൻ ഒന്നും വേണ്ട, സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയിരിക്കും. എന്താ ആഗ്രഹം? എന്താ ലൈഫിൽ എവിടെയെങ്കിലൊക്കെ പോയി എന്തെങ്കിലും സമാധാനത്തിൽ ജീവിക്കണം. ഓക്കെടാ, നന്നായിരിക്കട്ടെ. വേടാ, ഹാപ്പി ആയിരിക്കും.